चला जोसी कवारा फिर दासी कुड़ियां दे पिछे मारा मारा इकट्ठा मोहल्ला सारा वेखदा नजारा एक पीपणी दा अज किवें वजना नगाड़ा केड़ी पिछड़ी लाई गांव शहर पिंड पर न पानी पर उसकी कोई फ्रेंड कर दी सी कुड़ियां उस नाल चीट देखी जी सीट प्रिया ऑन रिपीट देखी जी सीट प्रिया ऑन रिपीट बैग्या खलारा होए बैग्या खलारा नच दीवे नच तेरा जचदा हुलारा बैग्या खलारा होए बैग्या खलारा एक पीपड़ी दा अज किवें बजना नगाड़ा കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ട് നെല്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വീട് ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി വെയിൽ ചൂടിനഴയിൽ ദിപ്പുകിൽ വിരിക്കുമ്പോൾ നിന്നെ എൻ വാസന എൻ മനസ്സിലെത്തിടുമ്പോൾ ഇരു കൈകളും കെട്ടിമുടി മടിക്കെട്ടുമ്പോൾ തലയിണ കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോൾ സമയം ഉറങ്ങ കിടക്കുമ്പോൾ ഒന്നല്ലോ ഫീലിങ്സ് ഒന്നല്ലോ ഫീലിങ്സ് വന്നു വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സ് വന്നല്ലോ ഫീലിങ്സോ വന്നല്ലോ ഫീലിങ്സോ വന്നു വന്ന് കൊല്ലുന്നല്ലോ ഫീലിങ്സ് ഫീലിങ്സോ മലർ മണി ചെണ്ടുകളോ
ആരോ നീ രാജാവോ നിൻറാവെല്ലാം എന്നും എനിക്കല്ലേ. ചോക്ലേറ്റ് പിള്ളേരെ നിങ്ങൾ എന്നെ നോക്കണ്ട, ഇവനെന്നും കൂടെയുണ്ടേ. എന്നും മാടിപ്പാടാം നമ്മൾ ഈ ഒരു മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹൽദി സെറമണി ഇസ് വൈകാതെ തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. നമ്മുടെ സ്റ്റാർസ് ഓഫ് ടുഡേ നമുക്ക് ഡെഫിനറ്റ്ലി അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് സ്വീറ്റ് ഹാർട്സിന്റെ ആ ഒരു വെഡിങ് സെലിബ്രേഷനിലേക്ക് അല്ലേ, ആ ഒരു പ്രീ വെഡിങ് സെലിബ്രേഷനിലേക്കാണ് നമ്മൾ എല്ലാവരും ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സോ നമ്മുടെ സ്റ്റാർസ് ഓഫ് ടുഡേ അപർണ ആൻഡ് ആനന്ദ് വൈകാതെ തന്നെ നമ്മുടെ ഈ ഒരു ഡയസിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സോ നമ്മുടെ ലവും സപ്പോർട്ടും ഒക്കെ അവരുടെ ആ ഒരു എൻട്രി ടൈമിൽ നിറഞ്ഞൊരു കൈയടിയായിട്ട് തന്നെ എല്ലാവരും എക്സ്പ്രസ് ചെയ്യണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈ ഒരു ഹൽദി സെലിബ്രേഷനിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായി സ്വാഗതം. അപ്പോൾ ഹൽദി സെലിബ്രേഷൻ ആണ് നമ്മളെല്ലാവരും യെല്ലോ കളർ ഡ്രസ്സും അല്ലേ, അതുപോലെ ഓറഞ്ചും ചിലരൊക്കെ റോസും ഒക്കെ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഹൽദി സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എത്ര പേർക്കറിയാം? ഓക്കെ, യു ആൾസോ ലുക്കിംഗ് സോ ക്യൂട്ട്. ഒന്ന് ജസ്റ്റ് ആൻസർ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. എല്ലാരും പറഞ്ഞ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ഈ മഞ്ഞളൊക്കെ തേച്ച് നമ്മുടെ വധൂവരന്മാരെ കല്യാണത്തിന് മുമ്പായിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രീ വെഡിങ് സെലിബ്രേഷൻ ആണ്. അതിനുപരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പ്യൂരിഫൈ ചെയ്യുന്ന അല്ലേ, അവർ ശുദ്ധീകരിക്കുന്ന ഒരു തിങ്ങും കൂടിയാണ്, ഒരു സാധനം കൂടിയാണ്. അപ്പൊ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന്റെ കണ്ണുദോഷങ്ങളൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ മാറ്റി അവരെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചടങ്ങാണ് നമ്മുടെ ഈ ഒരു ഹൽദി സെലിബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഹൽദി സെറിമണി എന്നുകൊണ്ട് മെയിൻലി നമ്മുടെ നോർത്ത് ഇന്ത്യൻസിലെല്ലാം ഉദ്ദേശിക്കുന്നത്. നമ്മളും ഇവിടെ ഇപ്പോൾ കുറേ നാളായിട്ട് ഈ ഹൽദി വരുന്നുണ്ട്. എന്നാലും ആർക്കും അതിൻ്റെ ആൻസേഴ്സ് വളരെ ഫ്യൂ മെമ്പേഴ്സിനൊക്കെ അറിയാം, പക്ഷെ എല്ലാവർക്കും പറയാൻ കുറച്ച് പാടാണ് അല്ലേ. ചിലരൊക്കെ കുറച്ച് നെർവസ് ആണ്, ചിലർ ഷൈ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ അവരെ ബ്ലെസ് ചെയ്ത് അവരെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു എന്താ പറയാ മാരീഡ് ലൈഫിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു പ്രീ വെഡിങ് റിച്വൽ. അതാണ് നമ്മുടെ ഒരു ഹൽദി സെലിബ്രേഷൻ. അതോടൊപ്പം തന്നെ ഹിയർ നമ്മൾ കുറേ അവർക്ക് മെമ്മറീസ് ചെയ്യാനായിട്ട് നമുക്കും അതോടൊപ്പം തന്നെ അവർക്കും അവരുടെ മെമ്മറീസിന് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസും എന്റർടൈൻമെന്റ് സെക്ഷൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അടിച്ചു പൊളിച്ചൊരു നൈറ്റ് ആണ് അല്ലെ, ഒരു പ്രീ വെഡിങ് സെലിബ്രേഷൻ. ഡെഫിനറ്റ്ലി അത് തന്നെയാണ് മെയിൻലി ഹൽദി എന്ന് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർസ് ഓഫ് ടുഡേയുടെ എൻട്രിയുടെ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലവും സപ്പോർട്ടും ഒക്കെ നിറഞ്ഞൊരു കൈയടിയായിട്ട് തന്നെ അവരുടെ ആ ഒരു എൻട്രി ടൈമിൽ എല്ലാവരും എക്സ്പ്രസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ്. So once again, good evening ladies and gentlemen. A very warm welcome to all of you to the very special day of Aparna and
of today, Avarna and Anand. Yes, thank you so much. So ആദ്യമേ നിങ്ങളിൽ തന്നെ അറിയാനായിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ അനന്തിനോട് ചോദിക്കുകയാണ് ഹൗ യു ഫീൽ നൗ? കാരണം മാരേജ് ആവാൻ പോവാണ്, നമ്മൾ പ്രീ വെഡിങ് സെലിബ്രേഷനിലാണ്. സോ പ്ലീസ്. വളരെ വളരെ സന്തോഷം. എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു മുഹൂർത്തമുള്ള സമയത്ത്, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഒരു എനർജി ഒക്കെ തോന്നും. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹൗ യു ഫീൽ നൗ? ഭയങ്കര എനർജറ്റിക് ആയിട്ട് വന്നൊരു ബ്രൈഡ് ആണല്ലേ, ബ്രൈഡ് ടു ബി എന്നൊക്കെ പറഞ്ഞാൽ ഇതാവണം, അപർണനെ കണ്ടുപിടിക്കണം എന്ന് പറയണം. ഓക്കെ, എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും നമുക്ക് ഇത് പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ട എല്ലാവരും നിൽക്കുമ്പോഴും എല്ലാവരും ഇതുപോലെ ഈ മൊമെന്റ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. Okay, and now I feel the stage is incomplete with your parents and siblings. So നമ്മുടെ അപർണയുടെയും ആനന്ദിന്റെയും പേരൻസും സിബ്ലിങ്സും അവരോടൊപ്പം തന്നെ ഈ ഡൈസിൽ എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. So let us invite your parents and siblings to share the space on the stage, please. Yes, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൈസിലേക്ക് എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം. Moving to our bright side is how cute and gorgeous bride Aparna, and she is gift of Almighty to Mr. Dayan and her sweet mother Yamuna, and she is blessed with a younger sister Athena Kunni എന്ന് വിളിക്കും. Okay, ഇതാണ് നമ്മുടെ അപർണയുടെ ഫാമിലിയുടെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. And next we are moving to our groom side is our handsome groom Anand and his father Mr. Vishwanathan and his sweet mother Suchada and one and only twin sister Anaga married to Arjun. ഇതാണ് നമ്മുടെ ആനന്ദിന്റെയും ഫാമിലിയുടെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം തന്നെ അപർണയുടെ ഫാമിലിയിലേക്ക് മൂവ് ചെയ്യാണ്. കാരണം അപർണയുടെ മാരീഡ് ആണ്. അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും അല്ലേ? മൂത്ത മകളാണ് അപർണ. അപ്പോൾ എന്ത് തോന്നുന്ന ഈ ഒരു മൊമെന്റിൽ എന്തായിരിക്കും അപർണയ്ക്കും ആനന്ദിനും കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു വിഷസ് എന്ന് പറയുന്നു? പ്ലീസ്. അവരുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ആനന്ദിനെ ഇതൊക്കെ വളരെ ആനന്ദമാണ്, വളരെ നല്ല ഒരു മോനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് 2 പെൺമക്കളാണ്, ഒരു മകനെ കൂടി കിട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാം, ഒത്തു തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയല്ല, വളരെ സന്തോഷം. ഇങ്ങനൊരു മോനെ കിട്ടിയതിൽ വളരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നോക്കിയിട്ടില്ല. ഇതിപ്പം നമ്മുടെ സ്റ്റാർ സ്റ്റുഡിയോയുടെ മെയിൻ ആളായിട്ട് കൂടെ നടക്കുന്ന ഒരാളാണ് കുഞ്ഞി അല്ലേ, അദീന. അദീനയ്ക്ക് എന്താണ്, അതിനേക്ക് പുതിയൊരു ചേട്ടനയോട് കിട്ടിയിരിക്കുകയാണ്. അപ്പം എന്ത് തോന്നിയ ഒരു മൊമെന്റിൽ? ഒന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തേക്കും നാളത്തേക്കും എല്ലാ പരിപാടിയും ഭയങ്കര അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. മിസ് ചെയ്യാൻ ഇങ്ങോട്ടും പോകുന്നില്ലല്ലോ, എപ്പോഴും കൂടെ തന്നെ ഉണ്ടല്ലോ, മിസ് ചെയ്യുന്നില്ല. ബട്ട് എന്തോ ഈ മൊമെന്റ് ഭയങ്കര ഇമോഷണൽ ആൻഡ് എക്സൈറ്റഡ് ആണ്. ഇതിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ആനന്ദിന്റെ ഫാമിലിയാണ്. സോ ആനന്ദിന്റെ അച്ഛന് ഒരു മകളെ കൂടി കിട്ടി അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരു ഫാമിലി കൂടി വന്നിരിക്കുകയാണ്, ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫാമിലി ഒരു ശരിക്കും പറഞ്ഞാൽ വലുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ് അച്ഛൻ ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? അവരുടെ ജീവിതം ഏറ്റവും നന്നായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ലൊരു മരുമകളാണ് എന്നറിയാം, എന്നാലും നല്ല മരുമകളാകട്ടെ. എനിക്ക് സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മക്കൾക്ക് എന്ത് നല്ലത് വരട്ടെ നന്ദി പറഞ്ഞു. എന്താ പറയുക, ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും. ഞാനും ഓൾ ദ ബെസ്റ്റ്. പിന്നെ എടുത്തെന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ പോലെ നല്ലൊരു ഭർത്താവ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർ സ്റ്റുഡിയോയുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചില്ലായിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ് അല്ലേ? അപ്പോൾ രണ്ടുപേരും ഭയങ്കര ലക്കിയാണ്. ആൻഡ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള സെറമണീസിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ആദ്യമേ തന്നെ പുടവ കൊടുക്കൽ ചടങ്ങിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ പ്ലീസ്.
നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ റോസ്റ്റ് ചെയ്യാൻ നമുക്ക് ആകെ കൂടി കിട്ടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒറ്റ ദിവസമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരോട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളും അതിന് റെഡി ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ മിസ് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ എന്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം ആനന്ദിന്റെ ഒരു ഷൂസ് കയ്യിൽ ഹോൾഡ് ചെയ്യണം. ആനന്ദിന്റെ ആ ഒരു പാർട്ട് പറയുമ്പോൾ ആനന്ദിന്റെ ഷൂസ് ആനന്ദിനെ റേസ് ചെയ്യാം. അപർണയുടെ ഒരു സാൻഡല് ഷൂസും. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആരാണ് ബെറ്റർ കുക്ക്? ഹു ഈസ് ദ ബെറ്റർ കുക്ക്? കം ഓൺ അപർണ. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഇമോഷണൽ പേഴ്സൺ? ആനന്ദ്, കം ഓൺ. ഒരു ഇമോഷണൽ പേഴ്സൺ, തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇമോഷണൽ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ലേസി പേഴ്സൺ? മടിയൻ ഓർ മടിച്ചി? Come on, Anand. Okay, made for each other. Okay, നിങ്ങൾ ആരാണ് ഒരു വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ക്ഷമ പറയുന്നത്? ഓക്കെ, ആൻഡ് അളിയൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഭർത്താവാണ്. അളിയൻ ഇപ്പൊ സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാണ് പിശുക്കൻ ഓർ പിശുക്കത്തി? ഓക്കെ, ആൻഡ് നിങ്ങൾ ആരാണ് ഒരു ബാത്റൂം സിംഗർ? അപർണ. ഓക്കെ, അപ്പൊ അപർണ ബിഹാഫ് ഓഫ് എവ്രിവൺ ഹു ഗ്യാദർ ഹിയർ നമ്മൾ ആനന്ദിന് വേണ്ടിയിട്ട് ഒരു 2 വരി പാടണം. ഓക്കെ, റെഡി അല്ലേ എല്ലാരും? റെഡിയാണ്. ഓക്കെ, അപ്പൊ 2 വരി പ്ലീസ്. ദിവസമെന്തു കാത്തിരുന്നു അലസമേതോ മൗനമാകും ദിവസലോലം കാത്തിരുന്നു അലസമേതോ മൗനമായി പറയാതറിഞ്ഞു നാം പാതിരയോ പകലായി മുഴുകളോ നീന്തിയലയും അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാണ്. നിങ്ങൾ 2 പേരിൽ ആരാണ് ഫ്യൂച്ചറിൽ ഒരു സ്ട്രിക്ട് പേരന്റ് ആയി മാറുന്നത്? ഒരു സ്ട്രിക്ട് പേരന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഓക്കെ, ഓക്കെ, അല്ല നിങ്ങൾ ആരാണ് വിശന്നാൽ ഞാൻ അല്ലാതാവുന്നത്? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഫോൺ മാനിയാക്ക്? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ട്രാവൽ ഹോളിക്? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു ഷോർട്ട് ടെമ്പേർഡ്? ഓക്കെ, അപ്പൊ ഇവര് പഠിച്ചിട്ട് വന്ന പോലെ ഉണ്ടല്ലേ 2 പേര് ഏകദേശം എല്ലാം ഭയങ്കര കറക്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സുനു ആരാണ്? സുനുവിനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ തന്നെ ആനന്ദ് ഗസ് ചെയ്തായിരുന്നു. അപ്പൊ ഒന്ന് ഫ്രണ്ടിലേക്ക് പോകുന്നു. അപ്പൊ നല്ലൊരു കൈഡി സുനു, നല്ലൊരു നൽകണം പ്ലീസ്. വെൽക്കം സുനു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സോ സുനു ആനന്ദിന്റെ ആരാണെന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി പറയണേ. എന്റെ പേര് ആദിത്യൻ എന്നാണ്. ആക്ച്വലി ഞാൻ ആനന്ദിന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്, കസിനാണ്. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള എന്താ വെച്ചാല്, നിങ്ങളിൽ ആരാണ് ഒരു സ്ഥലത്ത് പോകുമ്പോ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് റെഡി ആവുന്നത്? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഓക്കെ, വേറെ ആർക്കും എന്താ ചോദിച്ചേക്കാണ്ടോ? എന്റെ എല്ലാം കഴിഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേയ്സ് ലൈക്ക് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇതൊക്കെ മറക്കാൻ സാധ്യതയുള്ള ഒരാള്? ഓക്കെ, നിങ്ങൾ ആരാണ് ഒരു റൊമാൻറ്റിക് പേഴ്സൺ?
ഓക്കെ, അപ്പൊ ആനന്ദ് ഒന്ന് ചെറുതായിട്ട് എഴുന്നേറ്റോ. ആനന്ദ് ഒന്ന് എഴുന്നേറ്റോ. കുറച്ച് നേരമല്ലേ ഇരിക്കും, നമുക്ക് കുറച്ചേരം നിൽക്കാം. ഓക്കെ, അപ്പൊ മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞപ്പോ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ പാവ അപർണയായിരുന്നു. അപ്പൊ നേരത്തെ അപർണ ഒരു ടാസ്ക് ചെയ്തു. അപ്പോ ആനന്ദിന്റെ ടേൺ ആണ്. സോ നമ്മളൊരു ചെറിയ പ്രൊപ്പോസൽ സീനിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ പ്രൊപ്പോസൽ സീൻ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡയലോഗ് കൂടി വേണം നമ്മുടെ അപർണേനെ പ്രൊപ്പോസ് ചെയ്യാൻ. And right now we are moving to the beautiful proposal scene of our stars of today. Na pidichu. ഹലോ അപർണ. നിന്റെ എപ്പോഴാ നീ കാണുന്നില്ലേ എന്റെ കണ്ണിലെ പ്രണയം? ഇത്ര സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിരുന്നു. സെറ്റ് ആണോ? ഓക്കെ, ആൻഡ് അപർണ, അപ്പം വൈഷ്ണവ് ആൻഡ് ബോയ്സ് ആർ ഓൾ ദ ഫൺ അല്ലേ? അപ്പൊ തിരിച്ച് അപർണ ഒന്ന് പ്രപ്പോസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും നമ്മൾ നോക്കിയാലോ? അപ്പൊ ആര് റെഡി? യെസ്, അപ്പൊ എല്ലാവരും റെഡിയാണ്. സോ ഒരു അടിപൊളി ഡയലോഗ് നമ്മളിവിടെ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, സോ പ്ലീസ്. ഹലോ ആനന്ദ്, വിൽ യു മാരി മീ? നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ സീനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറുതായിട്ട്. ഓക്കെ, അപ്പൊ ഒരു 2 ടാസ്കും കൂടിയേ ഉള്ളൂ. അപർണയുടെ ഫോൺ നമ്പർ ലാസ്റ്റ് 2 ഡിജിറ്റ് പറയണ്ട, ബാക്കി പറഞ്ഞു. 94961771 ലാസ്റ്റ് കറക്റ്റ് ആയില്ല. ഓക്കെ, അപർണ കറക്റ്റ് ആണ്. ഓക്കെ, അപർണ ആനന്ദിന്റെ ഫോൺ നമ്പർ അറിയില്ല. ഓഗസ്റ്റ് 5. അപർണയുടെ ബർത്ത്ഡേ എന്താണ്? 18th August. രണ്ടുപേരും ഓഗസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ഷൂ ഗെയിം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ അവർ സ്റ്റാർസ് ഓഫ് ഡേ. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ ഷൂ ഗെയിം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്റർടൈൻമെന്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. Maya
കണ്ടാലും കാമിക്കും കണ്ണൻ ഈ രാധയ്ക്കോ ബാലൂറും മോഹത്തേരോട്ടം ഇറങ്ങിപ്പേറും നാണങ്ങൾ നിൻ കണ്ണിൽ താനേ വന്നില്ലേ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി അപ്പൊ കുഞ്ഞിയും കുഞ്ഞിയുടെ കൂട്ടുകാരും ചേർന്നിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഡാൻസ് പെർഫോമൻസ് നമ്മുടെ സ്റ്റാർസ് ഓഫ് ടുഡേക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ പോലെ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ഒരു പെർഫോമൻസിന് വേണ്ടി. So again requesting all of you, just please sit back, relax and enjoy the dance performance right now. കല്യാണ കച്ചേരി പാടാമെത്തി കച്ചേരിക്കാരാനും പോരും നൊടി പോരുമ്പം പൂക്കൊമ്പത്താടും നൊടി അമ്പാട്ട് തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി Let's
Enjoy the show. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജ അവർ പഴക്കത്തിലെ കുടുകൈ പോലൊരു അമ്മാഞ്ചി രാജ പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജ അവർ പഴക്കത്തിലെ കുടുകൈ പോലൊരു അമ്മാഞ്ചി രാജ അപർണയുടെയും അതോടൊപ്പം തന്നെ ആനന്ദിന്റെയും സൈഡിൽ നിന്ന് മിക്സ്ഡ് ആയിട്ടുള്ളൊരു അടിപൊളി ഡാൻസ് പെർഫോമൻസിനാണ് നമ്മളിവിടെ വെയിറ്റിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏവരും മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡാൻസ് പെർഫോമൻസിലേക്ക് അഗെയിൻ നമ്മൾ മൂവ് ചെയ്യാണ്. ഇറ്റ്സ് ടൈം ഫോർ ദ ഡാൻസ് പെർഫോമൻസ്. All of you please sit back, relax and enjoy the dance performance right now. तू होगी 1 2 2 ओ कुड़िए what to do ओ हो गई मुंडे दी पतंगा वर्गी तू एवें उड़दी ओ हो गई मुंडे दी हिला ते चलदी टुक टुक तू करदी मेकअप तू कर दिया अंग्रेजी पढ़दी गिट पिट तू करदी जिम्मे कोइन साडी विक्टोरिया तू कैंटी बिग बैन दी पूरा लंडन ठुमकदा ओ जदों नचे पैन दी पूरा लंडन ठुमकदा तू कैंटी बिग बैन दी पूरा लंडन ठुमकदा क्यों आ रहा है तूने हवा में भांग मिलाया अपना नशा क्यों हो रहा है आंखों से मीठा तूने खिलाया वो तेरी मलमल की कुर्ती गुलाबी हो गई और चली चाल कैसा नवाबी हो गई बलम पिचकारी जो तूने मुझे मारी तो सीधी सादी चोरी शराबी हो गई अजीब पहन के जो तूने मारा ठुमका तो लड्डू पड़ोसन की बाबी हो गई बलम पिचकारी जो तूने मुझे मारी तो सीधी सादी चोरी शराबी हो गई अजीब पहन के जो तूने मारा ठुमका तो लड्डू पड़ोसन की बाबी हो गई
రాగే నా రాకాసే నువ్వే పైటేసే అట్టగో పేస్తే టాపులేసిపోతే టాపులేసిపోతే రారో రారో నా శివ కాసి అగ్గి రాజేసి సిగ్గు చేస్తే లేసిపోతే పోతే లేసిపోతే పోతే చెట్టు మీద మ్యాంగోలో ఉన్నదే చాకు లాంటి పిల్లాడే ఎంత షార్ప్ ఉన్నాడే చాకొచ్చి మ్యాంగో కోసే టాపులేసిపోతే గంటే కొట్టాబంటే టాపులేసిపోతే ముచ్చే పెట్టాబంటే లేసిపోతే చెయ్యే పట్టాబట్టి టాపు లేసిపోతే రా Everybody, please put your hands together for the rocking dance performance. പട്ടുടുത്തെത്തുന്ന പൗർണമിയായി എന്നെ തൊട്ടുണർത്തും പുലർവേളയായി മായാത്ത സൗവർണ സന്ധ്യയായി നീ എൻ്റെ മാറിൽ മാറി സുഗന്ധമായി സുന്ദരീ നീ വന്നു ഞാൻ നേത്രനായി നിന്നു തുളിയിലക്കരയോലും കൂടല ചുറ്റിക്കുളി ചന്ദനത്തോടു കുളി ചാർത്തി ഉപാസന ഉപാസന ഇതു ധന്യമാമൊരു വാസന ഉണരട്ടെ ഉഷസുപോലുണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ ഉപാസന 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 ഇതു ധന്യമാമൊരു വാസന अभी मुझ में कहीं भागी थोड़ी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो भी कुछ ऐसी लगन इस लम्हे में ये लम्हा कहाँ था मेरा अब है सामने इसे छू लो जरा मर जाओ या जी लो जरा खुशियाँ
झूम लो यारो रो जरा मर जाओ यार जी जरा हो अभी मुझ में कहीं भागी थोड़ी है जिंदगी। थैंक यू। पल पल दिल के पास तुम रहती हो जीवन नीति प्यास ये कहती हो पल पल दिल के पास तुम रहती हो। हर शाम आंखों पर तेरा चल लहराए हर रात यादों की बारात ले आए मैं सांस लेता हूँ तेरी खुशबू आती है एक महका महका सा पैगाम लाती है मेरे दिल की धड़कन भी तेरे गीत गाती है पल पल दिल के पास तुम रहती हो। കിന്നരമണിത്തമ്പുരു മീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും കിന്നരമണിത്തമ്പുരു മീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ. ഹൃദയത്തിൻ തന്ത്രയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ചുറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ കരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി അറിയാതെ കോരിത്തരിച്ചുപോയി വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ അതിലോലമെൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു मेरी जा कभी बाहों को दीजिए थोड़ी फुर्सत भी मेरी जा कभी बाहों को दीजिए आज की रात मजा हुस्न का आँखों से लीजिए आज की रात मजा हुस्न का आँखों से लीजिए
की बातों में कीजिए आज की रात मजा हुस्न का आंखों से लीजिए आज की रात मजा हुस्न का आंखों से लीजिए बन्नो मेरी चली ससुराल को अखियों में पानी दी गई दुआओं में मीठी गुड़धानी ले गई हाय बन्नो रे बन्नो मेरी चली ससुराल को अखियों में पानी दी गई दुआओं में मीठी गुड़धानी ले नहीं जाना मेरी माए मैं दिनाले नहीं जाना नहीं जाना मेरी माए मैं दिनाले नहीं जाना पहली बार मैनू दियोर लेने आ गया पहली बार मैनू दियोर लेने आ गया दियोर दे नाल मेरी चांदी है बला कुंड चुकिया ना जाए मुंह बोलिया मधानियां हाय वे मेरे डाडिया रब्बा किन्ना जामिया किन्ना ने ले जानिया हाय वे मेरे डाडिया रब्बा किन्ना जामिया किन्ना ने ले जानिया हाय
ਜਾਂਦੀ ਏ ਇਹਨੂੰ ਪੁੱਛਣਾ ਹੈ ਇੱਕੋ ਹੀ ਸਵਾਲ ਉਹ ਦੱਸ ਦੇ ਕੁਵਾਰੀਆਂ ਆ ਕਿਸੇ ਦੇ ਤੂੰ ਨਾਲ ਕਿਉਂ ਦੂਰੋਂ ਦੂਰੋਂ ਜਾਨੀ ਏ ਜਾਨ ਕੱਢ ਜਾਨੀ ਏ ਇਹਨੇ ਵੀ ਨਖਰੇ ਤੂੰ ਕਰਨਾ ਸੋਹਣੀਏ ਇਹਨੇ ਵੀ ਨਖਰੇ ਤੂੰ ਕਰਨਾ ਸੋਹਣੀਏ ਦਿਲ ਮੇਰਾ ਤੇਰੇ ਲਈ ਧੜਕੇ ਨਹੀਂ ਅੱਜ ਫਿਰ ਕਿੱਥੇ ਅੱਜ ਫਿਰ ਕਿੱਥੇ ਅੱਜ ਫਿਰ ਕਿੱਥੇ ਚੱਲੀ ਏ ਮੋਰਨੀ ਬਣ ਕੇ ਮੋਰਨੀ ਬਣ ਕੇ ਅੱਜ ਫਿਰ ਕਿੱਥੇ ਚੱਲੀ ਏ ਮੋਰਨੀ ਬਣ ਕੇ ਮੋਰਨੀ ਬਣ ਕੇ லாட்டோந்தாங்க தரலாங்க சாங்க உள்ளார வந்தா நான் பொல்லாதவேங்க திமிராம வாங்க பல்பாயிடுவீங்க முறை போட நிப்பா நான் முட்டாம போங்க எத்தான்